ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു SG46. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നതാണ് റോബ്ലക്സ്. അപ്പം ഗൈസ്, ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കുറേ വെഹിക്കിൾസ്. അപ്പം ഗൈസ്, നമ്മളെന്താ പറയുക, ഞാൻ കുറേ വെഹിക്കിൾസ് ഉണ്ടാക്കി. നിങ്ങൾ ഏതോ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഈ പ്ലെയിൻ കണ്ടിട്ടുണ്ടാവില്ലേ? ഇത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഞാൻ സെറ്റാക്കി പുതിയ കളറൊക്കെ അടിച്ച് സൈറൺ വെച്ച്. സൈറൺ എന്തിനാന്ന് വെച്ചാൽ കാണിച്ചു തരാം ഗൈസ്. വർക്കുന്നു. ഓക്കെ, പറക്കണ്ടേ? എന്തെങ്കിലും പ്ലെയിൻ്റെ എന്തെങ്കിലും ഡിസ്ട്രോയ് ഉണ്ടെങ്കിൽ അപ്പോൾ ഓണാവും സൈറൺ. മോനെ ചീന. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ വേറെ ഈ പ്ലെയിൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഈ ഡ്രോൺ ഞാൻ കാണിച്ചെന്ന് അതിനൊക്കെ ഞാൻ കളർ ചെയ്ത് സെറ്റാക്കി ഒരു ക്യാമറ ആഡ് ചെയ്ത്. അപ്പോൾ അതെന്താ കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ പിന്നെ ഞങ്ങൾക്ക് ഏതോ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിരുന്നു. ഇതൊക്കെ ആണ് എൻ്റെ പുതിയ വെഹിക്കിൾസ്. ഇനി കാണിച്ചു തന്നിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് എൻ്റെ മറ്റേ റിയലിസ്റ്റിക് ഓൾഡ് പിക്കപ്പ് ട്രക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് വെഹിക്കിൾ. പിന്നെ എൻ്റെ ഫേവറേറ്റ് എയർ വെഹിക്കിൾ ഇതാ, ഫ്ലൈയിങ് കാർ. സോറി ഗൈസ്, കുറച്ച് ഓറായിപ്പോയി. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതെൻ്റെ ഫ്ലൈയിങ് കാറാണ്. കണ്ടതിൻ്റെ മുന്നിൽ ഒരു പ്രൊപ്പല്ലർ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഗൺസും ഉണ്ട്. സ്റ്റൈലിന് ഗൺസ് വെച്ചാണ്.
പിന്നെ ഇതിന് എമർജൻസി ബൂസ്റ്റേഴ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുന്നത്തെ പ്രൊപ്പല്ലർ പൊട്ടി കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് വെച്ച് പ്ലെയിന് കൺട്രോൾ ചെയ്യാനും പറ്റും. ഇത് വെച്ചിട്ട് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് എത്ര ഗിയറുണ്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ പ്രൊപ്പല്ലർ പൊട്ടിയാൽ എമർജൻസി ഫ്ലയേഴ്സാണിത്. പിന്നെ ഇത് ഇത് ഇതാ ഇത് അയ്യോ, പിന്നെ ഇത് എമർജൻസി ലാൻഡറാണ്. ഇതാ ഈ മുകളിലത്തെ ഈ ടെയിലിൻ്റെ അവിടെയുള്ള എമർജൻസി ലാൻഡറാണ്. പിന്നെ ഇവിടെ 360 പോകുന്ന ക്യാമറ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കറുണ്ട്. അല്ല ഹോറൺ മറ്റേ സെയിം പ്ലെയിനെ പോലെ തന്നെ. നമുക്കിവിടെ 5 ഇതുണ്ട്. ഒന്ന് നമ്മളെ ഫസ്റ്റ് നമ്മളെ സെക്കൻഡ് സൈറൺ. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ഡേ കിട്ടണം. ഓക്കെ കഴിയാനായി. ഡേ അല്ല, അയ്യോ അതങ്ങനെയല്ലേ. എപ്പോഴും രാത്രി ആയിട്ട് ഇഷ്ടല്ലേ അല്ല. ഓക്കെ നമ്മൾ 3 4 ഗൈസ് ഫ്ലയേഴ്സ് ആണിത്. സേഫ്ലി ഗൈസ്
നമ്മൾ ലാൻഡ് ചെയ്ത് ഓക്കെ കണ്ട ഗൈസ് സേഫ്ലി ലാൻഡ് ചെയ്ത് ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അല്ല പ്രൊപ്പല്ലർ പോയി അതല്ല അത് ഉദ്ദേശിച്ചില്ല, പക്ഷെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. പോരെ കണ്ട ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതെൻ്റെ ഫേവറേറ്റ് കാർ ആയത്. പിന്നെ അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അൾട്ടിമേറ്റ് സൂപ്പർ കാർ. ഇതൊന്നും നിങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ. ചെറുതാവുമ്പോൾ ഒരു 5 വയസ്സൊക്കെ അങ്ങനെ കളിച്ചു. ഭയങ്കര ക്രേസിയായ കാറ്. പിന്നെ ക്രേസി പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ കാറാണെങ്കിൽ ക്രേസി കാർ. കാണാൻ ചെറുതാണെങ്കിലും സാധനം സീനാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്താ പറയുക, ഒരു മിനിറ്റ്, സോറി ഗൈസ്, ഒരു കാര്യം ചെയ്യാണ്ടിരുന്നു. എന്താവട്ടെ. അപ്പോൾ ഗൈസ് പിന്നെ ഞങ്ങൾ ഇത് കണ്ടു ഷനംസ്കാർ. എൻ്റെ സ്കൂളിലത്തെ ഒരു കുട്ടിയാണ്, ചങ്ങായി റിച്ചാണ് ഗൈസ്. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രോബ്രിക്സ് കാർ, അവന് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ്. മോനെ സീന് കാറല്ലേ ഇഷാനംസ്കാർ. ഇഷാനം റിച്ചാ മോനെ, റിച്ചിൻ്റെ അമ്മായിപ്പനാ. അവൻ സീനാ. അവന് ഭയങ്കര പൈസയാ, ഉറച്ചാ മോനെ. ചങ്ങായിക്ക് സ്വന്തം ഗെയിമിങ് സെറ്റ് പോലെ ഉണ്ട്. എന്നെപ്പോലെയൊന്നും അല്ല ചങ്ങായി. അപ്പോൾ അവനുള്ളൊരു കാറാ, ഡ്രൈവ് ചെയ്ത് നോക്കിയല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ കൂന്തറാട്ടാ. ഇത് തരുൺ പറഞ്ഞ, നിങ്ങൾക്കറിയാമല്ലോ തരുണിനെ, തരുൺസ് വേൾഡിൻ്റെ യൂട്യൂബർ. സബ്സ്ക്രൈബ് ചെയ്ത് തരുൺ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു മോൺസ്റ്റർ ഇത് പ്രോട്ടോടൈപ്പാണ്, അവൻ്റെ മോൺസ്റ്റർ ട്രക്കിൻ്റെ പ്രോട്ടോടൈപ്പാണ്. പിന്നെ ഇത് എൻ്റെ കാർ, നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ഫസ്റ്റ് ഡ്രോബ്രിക്സ് വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. പിന്നെ ഞങ്ങൾ എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ പാർട്ട് 1, 2
കണ്ടിരുന്നെങ്കിൽ നമുക്കറിയാം ഈ മന്ത് ഡിസംബർ അല്ല നവംബർ, ഈ നവംബർ മന്ത് ഡ്രോബ്രിക്സ് മന്താണ്. അപ്പോൾ നമ്മൾ ഈ നവംബർ ഫുള്ള് ഡ്രോബ്രിക്സിൻ്റെ കാര്യങ്ങളായിരിക്കും. പിന്നെ അടുത്ത മന്ത് മൈൻക്രാഫ്റ്റ് മന്തായിരിക്കും. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പം ഗൈസ്, ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു ടാങ്കാണ്. അത്രയും രസമൊന്നുമില്ല, ഞാൻ കംപ്ലീറ്റഡ് അല്ല ഗൈസ്. ഇത് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം.